Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി കോടുശ്ശേരിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ബാറ്ററി മോഷണം. അങ്കമാലി മാഞ്ഞാലി പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മാധവം എന്ന ബസ്സിൽ നിന്ന് 2 ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടത്. ബസ് ഉടമ ബിജുവിന്റെ കോടുശ്ശേരിയിലുള്ള വീടിന് സമീപം പുറമ്പോക്ക് ബസ് സ്റ്റോപ്പിലാണ് പതിവായി മാധവം ബസ് പാർക്ക് ചെയ്യുന്നത്. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് സർവീസ് അവസാനിപ്പിച്ച് തൊഴിലാളികൾ ബസ് ഇവിടെ ഇട്ടത്. വെള്ളിയാഴ്ച രാവിലെ ഡ്രൈവർ എത്തി ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കറണ്ട് ഇല്ല എന്ന് മനസ്സിലാകുന്നത്. ബാറ്ററി ബോക്സ് തുറന്നു നോക്കിയപ്പോൾ 2 ബാറ്ററികളും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നുവെന്ന് ബസ് കണ്ടക്ടർ ബാലചന്ദ്രൻ പറയുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പാർക്ക് ചെയ്ത് കഴിഞ്ഞ വണ്ടി ഇന്ന് രാവിലെ നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബാറ്ററി പെട്ടി തുറന്നു കിടക്കായിരുന്നു. അതിന്റെ ബാറ്ററി 2ഉം കാണാണ്ടായില്ല. അപ്പൊ വേറെ ഒന്നും അവര് പൂട്ട് പൊളിക്കുകയോ വേറെ ചെയ്തില്ല. ഈ ബാറ്ററി പെട്ടിയുടെ പൂട്ട് പൊളിച്ച് പൂട്ടടക്കം കൊണ്ടുപോയി. ബാറ്ററി പെട്ടി അസ്ഥിരമായിട്ട് കാലങ്ങളായിട്ട്, അതായത് 20 കൊല്ലമായിട്ട് അവിടെ തന്നെ അടക്കണം. ഇന്നലെ 7:45 വണ്ടി അവിടെ വന്ന് പാർക്ക് ചെയ്തതാ. ഞങ്ങൾ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് രാവിലെ 5-6 മണിയാകുമ്പോൾ ഞങ്ങൾ വരുള്ളൂ. അപ്പൊ വന്നു കഴിഞ്ഞ സമയത്താണ് ഈ സംഭവം നടക്കണത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ സ്വിച്ച് ഉണ്ട്. ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ പോണേ. ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്താലാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ കറണ്ട് വരാത്ത കാരണം നോക്കിയപ്പോ ബാറ്ററി ഉണ്ടായിരുന്നില്ല പെട്ടിയില്. ബാറ്ററി പെട്ടി പൊളിച്ചിട്ട് ലോക്ക് പൊളിച്ചു. എന്നിട്ട് ബാറ്ററി പെട്ടി അടച്ചു വെച്ചേക്കായിരുന്നു. അങ്ങനത്തെ ടൈപ്പ് ഇതാണ് പെട്ടിയാണ് ഞങ്ങളുടെ. അത് അപ്പൊ രാവിലെ നോക്കി കഴിഞ്ഞപ്പോ 2 ബാറ്ററി ഇല്ല. പിന്നെ തന്നെ വീണ്ടും വണ്ടി കാലത്തെ ആൾക്കാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സർവീസ് നടത്തി. ആ പൂട്ട് താഴത്തെ പൂട്ടിയേക്കായിരുന്നു. അത് ആ പൂട്ടും തല്ലി പൊളിച്ച പൂട്ടും കൊണ്ടുപോയി അവര്. ആ പൂട്ട് അവരും കൊണ്ടുപോയി. ഒന്നും കണ്ടില്ല. അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ചായക്കടയിലെ വിഷ്വലില് ഒരു കാറ് വന്ന് നിൽക്കണത് ആ ചായക്കടയിലെ വിഷ്വലിലുണ്ട്. വ്യക്തമല്ല, നമ്പറൊന്നും വ്യക്തമല്ല. പിന്നെ ഓപ്പോസിറ്റ് ആ വണ്ടി നേരെ കോടിശ്ശേരി ഭാഗത്തുനിന്ന് വന്ന കാർ ബസിന്റെ അടുത്ത് നിന്നിട്ട് പുളിയനം ഭാഗത്തേക്ക് ആ കാർ പോയ അതിന്റെ ഹെഡ്ലൈറ്റ് കാരണം നമ്പർ വ്യക്തമായില്ല. ഫ്രണ്ടില ഒരു മാരുതിയുടെ വണ്ടിയാണ്. സെലറിയോ എന്നാണ് ഏകദേശം ഒരു അതിന്റെ രൂപം കണ്ടിട്ട്. ഇതില്ല, ഇതുവരെ ഇത്രയും കാലങ്ങൾക്കിടയിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലല്ല, നമ്മുടെ ഒരു വണ്ടിയിൽ ഓപ്പോസിറ്റ് പറമ്പില് വേറൊരു വണ്ടി, അങ്ങനെ 2 വണ്ടി കിടക്കും. പിന്നെ അതേപോലെ ഇതിനു മുന്നേ അവിടെ മോഷണം പോയിട്ടുണ്ട്. ഇളവൂര് ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞ ബസിന്റെ മോഷണം പോയിട്ടുണ്ട്. അത് തൊട്ടടുത്ത് തന്നെ ഒരിക്കല് അന്നമനടയിൽ വെച്ച് പോലീസ് പിടിക്കുകയും ചെയ്തു. ക്യൂൻമേരിയുടെ സിറ്റിസന്റെ. അതായത് ഈ ബാറ്ററി പുതിയ ബാറ്ററി ആയിരുന്നു. ഞങ്ങളുടെ 130 ബാറ്ററി 12,500 വില വരും ഒരു ബാറ്ററിക്ക്. അതിന് 2 ബാറ്ററി ഏകദേശം ഒരു 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബാറ്ററി കൊടുത്ത് മേടിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 രൂപ വില വരും. അതിന് പോലീസിനെ കംപ്ലൈന്റ് ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി പെട്ടിയുടെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടത്തിയത്. പുലർച്ചെ 2 മണിയോടെ ഒരു കാർ ബസിന്റെ പിന്നിൽ വന്ന് നിർത്തിയതായി സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മാരുതി സൊലേറിയോ കാർ ആയിരുന്നു എന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും നമ്പർ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. കാർ പുളിയനം ഭാഗത്തേക്ക് പോയതായാണ് കരുതുന്നത്. ഇതിനു മുൻപും ഈ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ബാറ്ററി മോഷണം നടന്നിട്ടുണ്ട്. അങ്കമാലി പോലീസിൽ പരാതി നൽകിയതായി ബസ് ഉടമ അറിയിച്ചു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.